ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചതിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ ലെബനനിലെ കേന്ദ്രങ്ങളിൽ അതിശക്തമായ സൈനിക നടപടിക്ക് തുടക്കം കുറിച്ചെന്ന് ഇസ്രായേൽ സൈന്യം. വരും ദിവസങ്ങളിൽ പോരാട്ടം കൂടുതൽ ശക്തമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹിസ്ബുള്ളയുടെ പുതിയ തലവനായ നഈം ഖാസിമിനെ വധിക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പരസ്യമായി മുന്നറിയിപ്പ് നൽകിയത്. ഖാസിം ഇപ്പോൾ ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ടെന്നും കാറ്റ്സ് പറഞ്ഞു. ഖമനേയിയുടെ പാത പിന്തുടരുന്നവർ വൈകാതെ തന്നെ ഖമനേയിക്കൊപ്പം എത്തുമെന്നും തിന്മയുടെ അച്ചുതണ്ടിനെ ഇല്ലാതാക്കുമെന്നുമാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വിമർശിച്ചത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ വധത്തിന് പിന്നാലെയാണ് പ്രതികാരമായി ഹിസ്ബുള്ള ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇറാന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഹിസ്ബുള്ള ഇത്തരം ഒരു നീക്കം നടത്തിയതെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നത്. തൊട്ടുപിന്നാലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണവും തുടങ്ങി. പ്രതിരോധത്തിന് പകരം ഇനി മുതൽ ഹിസ്ബുള്ളക്കെതിരെ നേരിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുമെന്നാണ് ഇസ്രായേൽ സൈനിക മേധാവി ഇയാൽ സമീർ വ്യക്തമാക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും സൈന്യം ഇതിനായി സജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.